വിവരാവകാശ രേഖകൾ പ്രകാരം ഈ പണത് വെച്ചിരിക്കുന്ന ഇതുപോലത്തെ 4 പണത്തിന് 2 കോടി രൂപ ചിലവാക്കിയതായിട്ടാണ് GCD നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിവരാവകാശ രേഖകളെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ വീട് പണിയുന്ന എത്ര ലക്ഷം രൂപയാണെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, തട്ടിപ്പ് നടത്തുക. അതാണ് ഇപ്പോൾ GCD ചെയ്യുന്ന ഒരു പരിപാടി. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം 40 ലക്ഷം രൂപ എല്ലാ വർഷവും GCD മുടക്കുന്നുണ്ട്. ഈ സ്റ്റേഡിയത്തിനകത്ത് 6ഓളം ടോയ്ലറ്റ് പണിത് വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടി ഇത് പണിത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഫണ്ട് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ്, നിസ്സംശയം പറയാം. കോടതി പോലും ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുന്നു തന്നെ പറയാം. അതുമാത്രമല്ല, ഇതിൻ്റെ ചെയർമാനും വളരെ നന്നായിട്ട് അറിയാം, സെക്രട്ടറിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. അവർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ പോലെ അവർ കൃത്യമായിട്ട് എനിക്ക് വിവരാവകാശം തന്നിരിക്കുകയാണ്. ഇവിടെ അലിഗേഷൻ ഉണ്ടെന്നും അഴിമതി ഉണ്ടെന്നും ഇവിടെ സുരക്ഷാ വീഴ്ചയുണ്ടെന്നും അവർ തരുന്ന വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇത് പൊതുജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ.